ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ജൂലൈ 3-ാം തീയതി വിശുദ്ധ തോമസ് അപ്പോസ്തലൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ തിരുനാളിൻ്റെ മംഗളങ്ങളും പ്രാർത്ഥനാ ആശംസകളും ഏറ്റവും സ്നേഹപൂർവ്വം നേരുകയാണ്. നമുക്കറിയാം, വിശുദ്ധ തോമസ് അപ്പോസ്തലൻ ഭാരതത്തിൻ്റെ അപ്പോസ്തലൻ എന്നതിനേക്കാൾ ഉപരിയായി നമ്മുടെ പല രൂപതകളുടെ മധ്യസ്ഥനാണ്, നമ്മുടെ പല ഇടവകളുടെ മധ്യസ്ഥനാണ്. വിശുദ്ധ തോമസ് അപ്പോസ്തലൻ്റെ ചൈതന്യം നമുക്കെല്ലാവർക്കും നൽകണമേ എന്ന് സർവശക്തനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ തോമസ് അപ്പോസ്തലനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യമായിട്ട് ചിന്തിക്കേണ്ടത് ഈ അപ്പോസ്തലൻ ഇന്ത്യയിലേക്ക് കടന്നു വന്ന സ്ഥലം മാലിങ്കര, മുസിരീസ്, നമ്മുടെ പ്രദേശം. ഈ പ്രദേശങ്ങളിൽ തന്നെ ആദ്യമായിട്ട് സമർപ്പിക്കാം. ചരിത്ര പശ്ചാത്തലത്തെക്കാളുപരി പാരമ്പര്യ സംസ്കാരം, പാരമ്പര്യ ചിന്തകളും വഴി നമുക്കറിയാം, നമ്മൾ വിശ്വസിക്കുന്നത് തോമസ് ലീഹ 52 നമ്മുടെ നാട്ടിലേക്ക് വന്നു എന്നുള്ളതാണ്. എനിക്ക് കഴിഞ്ഞ ദിവസം മൈലാപ്പൂരിലേക്ക് ഒന്ന് പോകുവാൻ അവസരമുണ്ടായി. മൈലാപ്പൂരിലാണ് വിശുദ്ധ തോമസിൻ്റെ ഭൗതികാവശിഷ്ടം അവിടെ കുടികൊള്ളുന്നത്. അവിടെയാണ് അദ്ദേഹം മരണം വരിച്ചതെന്നും നാം വിശ്വസിക്കുന്നു. നമുക്ക് പാരമ്പര്യമായിട്ടുള്ള നമ്മുടെ വിശ്വാസങ്ങളെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കാം. വിശുദ്ധ തോമസ് അപ്പോസ്തലൻ്റെ ജീവിതത്തിലൂടെ കടന്നു ചെല്ലുമ്പോൾ 3 ബൈബിൾ ചിന്തകൾ, സുവിശേഷത്തിലെ 3 ഭാഗങ്ങളാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഞാൻ പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൽ 16-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പറയുന്നുണ്ട്, അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം. വളരെ ശക്തമായ വാക്കുകളാണ് വിശുദ്ധ തോമസ് ഈ വാക്യങ്ങളിലൂടെ നൽകുന്നത്. ശ്രേഷ്ഠമായ ഒരു ശിഷ്യൻ്റെ ദൗത്യവും അതുപോലെ തന്നെ താൻ എത്രമാത്രം ധൈര്യശാലിയാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഈ വാചകം യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 16-ലാണ് നാം വായിക്കുന്നത്. ലാസറിൻ്റെ ഭവനമായ ബെഥാനിയായിലേക്ക് പോകുവാനായിട്ട് ഒരുങ്ങുമ്പോൾ ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ്, നമുക്ക് ബെഥാനിയയിലേക്ക് പോവാം. ലാസറിനെ കാണുവാനായിട്ട്, ലാസർ മരിച്ച വിവരം അറിഞ്ഞതിന് ശേഷം ലാസറിനെ കാണുവാനായിട്ട് പോകുമ്പോൾ തോമസ് വളരെ ശക്തമായി ചാടി പറയുകയാണ്, അത് ശിഷ്യന്മാരുടെ പ്രതിനിധി എന്ന നിലയിലാണ് പറയുന്നത്, അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം. 2 കാര്യങ്ങളാണ് തോമസിനെ കുറിച്ച് ഇവിടെ പറയാൻ സാധിക്കുക. അവൻ്റെ ധീരത, എത്രമാത്രം ധൈര്യശാലിയാണ് വിശുദ്ധ തോമസ് എന്ന് ഈ വാക്കുകളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവനോടൊപ്പം ജീവിക്കാൻ പോകാമെന്നല്ല, അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം. എന്തിനാണ് അവൻ്റെ പിന്നാലെ പോകുന്നത്? അവൻ്റെ പിന്നാലെ പോകുന്നവർ മരണം അത് ഉറപ്പായിട്ടുള്ള സംഭവമാണ്, അവൻ്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ മരണം ഉറപ്പാണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ധീരമായ വാക്കുകളാണ് തോമസ് അപ്പോസ്തലൻ പറയുന്നത്. അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം. ധീരതയോടൊപ്പം തന്നെ ഒരു സമർപ്പണത്തിൻ്റെ വാക്കുകളാണ്. അവൻ്റെ പിന്നാലെ കൂടുന്നവർക്ക് എല്ലാവർക്കും മരണമാണ് എന്ന് ഉറപ്പിച്ച് മനസ്സിലാക്കിയത് കൊണ്ടാണ് തോമസ് ഈ വാക്കുകൾ പറയുന്നത്. യേശുനാഥൻ പറയുന്നുണ്ട്, എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവർ സ്വയം പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. എന്തിന്? എൻ്റെ പിന്നാലെ വരുന്നവർക്ക് അവർക്ക് മരണമാണ് ഉറപ്പെന്ന് ഈശോ പലവട്ടം ശിഷ്യന്മാരോട് പറഞ്ഞത് ഓർത്തുകൊണ്ടായിരിക്കണം തോമസ് ലീഹ ഇപ്രകാരം പറയുന്നത്, നമുക്കും അവനോടൊപ്പം മരിക്കാൻ പോകാമെന്ന്. ഇത്തരുണത്തിൽ മറ്റൊരു സംഭവം നമുക്ക് ചിന്തിക്കാം. വിശുദ്ധ പത്രോസ് തൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഈശോയോട് പറയുന്നത്, അത് മാർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 31 മുതൽ 38 വരെ വാക്യങ്ങളിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നു. യേശുനാഥൻ പീഡാനുഭവത്തെക്കുറിച്ച്, തൻ്റെ പീഡാനുഭവം സംഭവിക്കാൻ പോകുന്നു എന്നതിന് പ്രവചനം, ആദ്യത്തെ പ്രവചനം നടത്തുമ്പോൾ പത്രോസ് മുന്നിൽ കയറി നിന്ന് പറയുന്നു, നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ, നിനക്ക് മരണം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മുന്നിൽ നിൽക്കുമ്പോൾ
യേശു അവനെ തട്ടിമാറ്റിക്കൊണ്ട് പറയുന്നത്, സാത്താനെ എന്നിൽ നിന്നും അകന്നു പോകുമെന്നാണ്. അതായത് മരണം അവൻ്റെ ജീവിതത്തിൽ ആവശ്യമാണെന്ന് വ്യക്തമായി ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഈ ലോകത്തിലേക്ക് യേശുനാഥൻ കടന്നു വന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെ ചിന്തിക്കുന്നുണ്ടോ അതൊക്കെ ശരിയായ കാഴ്ചപ്പാടല്ല എന്ന് പോലും ഈ വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫുൾട്ടൻ ചേഷീൻ തൻ്റെ ജീവിതത്തിൽ ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ് എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഈശോയെക്കുറിച്ച് പറയുമ്പോൾ മറ്റുള്ളവരെല്ലാവരും ഈ ലോകത്തിലേക്ക് വന്നത് ജീവിക്കാൻ വേണ്ടിയാണെങ്കിൽ യേശുനാഥൻ കടന്നു വന്നത് മരിക്കാൻ വേണ്ടിയാണ്. മരിക്കാൻ വേണ്ടി കടന്നു വരിക എന്നത് ക്രൈസ്തവരെ സംബന്ധിച്ച് അത് ഏറ്റവും വലിയ വിളിയാണ്. മരണത്തിനപ്പുറത്തേക്കുള്ള യാത്ര ചെയ്യണമെങ്കിൽ മരണം അത് ആദ്യത്തെ കടമ്പയാണ്. ഇത്തരണത്തിൽ നമുക്ക് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ സംഭവിച്ച ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരുപാട് ബുദ്ധിമുട്ടും ക്ലേശങ്ങളും അനുഭവിക്കുന്ന നിരവധി മിഷണറിമാരുണ്ട്. ഛത്തീസ്ഗഡിൽ നമുക്കറിയാം ക്രൈസ്തവർ മതപീഡനത്തിന് ഒരുപാട് വിധേയരാക്കപ്പെട്ടു. എന്തിനേറെ ജാർഖണ്ഡിലെ മദർ തെരേസയുടെ ആ കോൺവെന്റിലെ സിസ്റ്റേഴ്സ് കഴിഞ്ഞ 8 വർഷമായി നീതിക്ക് വേണ്ടി പോരാടുകയായിരുന്നു. ഈ കഴിഞ്ഞ ജൂൺ 19 ആ മക്കൾക്ക് അവർക്ക് സത്യത്തിന് ശരിയായ സാക്ഷ്യം അല്ലെങ്കിൽ ഇതാണ് അവർ ചെയ്യുന്നതാണ് വ്യക്തമായ ശരി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കോടതി വിധി അവർക്ക് അനുകൂലമായിട്ടുണ്ടായി. നമ്മെക്കുറിച്ച് പറയുമ്പോൾ ക്രൈസ്തവരായ നമ്മളാരും പേടിക്കേണ്ട, ധീരതയോടെ മുന്നോട്ട് പോകേണ്ടവരാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ് തോമസ് ലീഹ നമുക്ക് നൽകുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്, ചെറിയ അജഗണമേ നിങ്ങൾ ഭയപ്പെടേണ്ട. രണ്ടാമത്തെ ഭാഗം തോമസ് ലീഹയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 5-ാം വാക്യം, അതിൻ്റെ കോണ്ടെക്സ്റ്റ് നമുക്കറിയാം. 13-ാം അധ്യായത്തിൽ യോഹന്നാന്റെ 13-ാം അധ്യായത്തിൽ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതിനു ശേഷം അവരോട് വിട പറയുന്ന രംഗങ്ങളാണ് 13, 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ. ഇവിടെ 14-ാം അധ്യായത്തിൽ യേശുനാഥൻ പറയുകയാണ്, ഞാൻ പോവുകയാണ്. നിങ്ങൾക്ക് സങ്കടമുണ്ടാവും ഞാൻ പോകുന്നത് ഓർത്ത്, പക്ഷേ നിങ്ങളുടെ സങ്കടം സന്തോഷമായി മാറും. ഞാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ ശിഷ്യന്മാർ മറ്റുള്ളവരൊന്നും മിണ്ടുന്നില്ല. പക്ഷേ ശക്തമായ അല്ലെങ്കിൽ ധൈര്യശാലിയായ തോമസ് ലീഹ വളരെ നിഷ്കളങ്കതയോടുകൂടി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കർത്താവേ, നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങളെങ്ങനെ അറിയും? അതെ, ഒരു കുഞ്ഞുകുട്ടി ചോദിക്കുന്ന ചോദ്യം പോലെ തന്നെയാണ് തോമസ് ലീഹ ചോദിച്ചത്. വഴി അറിയാൻ പാടില്ലാതെ ഞങ്ങൾ എങ്ങനെയാണ് നിന്റെ അടുത്തേക്ക് വരാൻ സാധിക്കുക? വളരെ വ്യക്തമായ ഒരു നല്ല കാഴ്ചപ്പാട്, അല്ലെങ്കിൽ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നമ്മൾ ഓർത്തു വയ്ക്കേണ്ട ഒരു വചനം ഈശോ പറയുന്നത് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ടാണ്. യേശു പറയുന്നു, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും, ഞാൻ വഴിയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. നമ്മൾ ഇന്നും ഓർത്തിരിക്കേണ്ട വചനമാണ്. കർത്താവ് പറയുകയാണ്, ഞാനാണ് വഴി, ഞാനാണ് ജീവൻ, ഞാനാണ് സത്യം. നമുക്കറിയാം, സഭയുടെ ചരിത്രത്തിലേക്ക്, സഭയുടെ പഴയ കാലത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മളെല്ലാവരും ചിന്തിച്ചിരുന്ന ഒരു വാക്യം ഉണ്ട്, സഭയില്ലാതെ ഒരിക്കലും ആർക്കും സ്വർഗത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കുകയില്ല. രക്ഷ വേണമെങ്കിൽ സഭ വേണം എന്ന ചിന്തയിൽ നിന്നും വത്തിക്കാൻ സെക്കൻഡിൻ്റെ പഠനത്തിലൂടെ മറ്റു മതങ്ങളിലും ചില നന്മകൾ, അത് ലൂമൻ ജെൻസിയും 14, 15, 16 വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഈശോയുടെ സന്ദേശം അല്ലെങ്കിൽ നന്മ ചെയ്യുവാനായിട്ടുള്ള കടപ്പാടും നന്മ ചെയ്യുവാനുള്ള അഭിവാഞ്ചയും അതാർക്കൊക്കെ ഉണ്ടോ അവർക്കൊക്കെ രക്ഷ സാധിക്കും. നമ്മൾ ഇത്തരണത്തിൽ ഓർക്കേണ്ടത്, ഭാരതത്തിൽ നമ്മൾ വലിയ ശക്തമായിട്ട് പറയുന്നുണ്ട്, ആദ്യമായി ക്രൈസ്തവർ വന്ന ഈ കേരളത്തിലും അല്ലെങ്കിൽ ഈ ഭാരതത്തിലും അല്ലെങ്കിൽ ഒരു അപ്പോസ്തലൻ തന്നെ വന്ന ഈ നാട്ടിൽ, ഈ രാജ്യത്ത് എന്തുകൊണ്ടേ നമ്മളിപ്പോഴും 3% ചുരുങ്ങിയിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ശക്തമായ തോമസ് ശ്ലീഹായെ പോലെയുള്ള ചൈതന്യവും തോമസ് ശ്ലീഹായെ പോലെ അടിയുറച്ച വിശ്വാസം കൊടുക്കുവാനുള്ള
ആ ധൈര്യമില്ലായ്മയുമാണ്. ആയതിനാൽ ഈ നിഷ്കളങ്കതയും ഈ സ്പോണ്ടേനിറ്റിയും ഇത് നഷ്ടപ്പെടുത്താതിരിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. കർത്താവെ, നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? ഓരോ ക്രൈസ്തവനും ഓരോ ദിവസവും ചോദിക്കേണ്ടതാണ്, കർത്താവെ നീ എവിടെയാണ്? കർത്താവെ നീ താമസിക്കുന്നത് എവിടെയാണ്? ഞങ്ങൾ എങ്ങനെയാണ് നിൻ്റെ അടുത്തേക്ക് വരേണ്ടത്? അതിനുള്ള ഉത്തരമാണ്, ഞാനാണ് വഴിയും സത്യവും ജീവനും. ഈശോയെ കൊണ്ട് ഈ വലിയ വചനം, അല്ലെങ്കിൽ നമ്മെ ഓരോരുത്തരെയും ഓരോ ദിവസവും കൊണ്ടു നടക്കേണ്ട ഈ വചനം പറയിപ്പിക്കുന്നത് തോമാസ് ലീഹായുടെ ശക്തമായ വാക്കുകളിലൂടെയാണ്. മൂന്നാമത്തേത്, യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 28 അതിൽ 20-ാം അധ്യായത്തിലെ 25 വാക്യമാണ് വളരെ പ്രധാനപ്പെട്ടത്. അതെന്താണ്? അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരലിടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. നമുക്കറിയാം, കഴിഞ്ഞ 2 ഭാഗങ്ങളിലും തോമസ് ലീഹ സംസാരിച്ചത് ഞങ്ങൾ അല്ലെങ്കിൽ നമുക്ക് എന്നൊക്കെയാണ്. പക്ഷെ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു ഞാനെന്നും എൻ്റേതെന്നും. എന്തുകൊണ്ടാണ് തോമസ് ലീഹ ഇപ്രകാരം മാറി ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് വ്യക്തമായി ഒരു കാര്യം തിരിച്ചറിയാൻ കഴിയും. അത് ഇപ്രകാരമാണ്. തോമസ് ഇല്ലാഞ്ഞ സമയത്താണ് ഈശോ പ്രത്യക്ഷപ്പെട്ടത്. ഉത്തിതനായ ഈശോ കടന്നു വന്നപ്പോൾ, താൻ സ്നേഹിച്ചിരുന്ന തൻ്റെ ഗുരുനാഥൻ തിരിച്ചു വന്നപ്പോൾ എനിക്ക് അവനെ കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഒരു വാശി, അതൊരു സ്നേഹത്തിൻ്റെ വാശിയാണ്, വ്യക്തിപരമായ ഒരു ആഗ്രഹമാണ്. അവൻ്റെ കൈകളിൽ ആണിപ്പഴുതുകൾ ഞാൻ കാണണം, എൻ്റെ വിരലുകൾ ഇടണം, അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കണം. ഈ ഒരു ആഗ്രഹം അവൻ പറയുമ്പോൾ ദൈവപുത്രനായ ഈശോ അവൻ ഇറങ്ങി വരികയാണ്. പിറ്റേ ആഴ്ചയിൽ അവന് വേണ്ടി മാത്രമായിട്ടാണ് ഈശോ കടന്നു വരുന്നത്. ഈശോയ്ക്ക് തോമസിനോടുള്ള സ്നേഹം പ്രകടമായതുകൊണ്ടാണ് ഏറ്റവും വലിയ വിശ്വാസ പ്രഖ്യാപനമായ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന വചനം അവിടെ ഉരുവാകുന്നത്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് വിളിച്ചു പറയുന്ന തോമസ് അപ്പോസ്തലൻ ഒരിക്കലും അവൻ്റെ നെഞ്ചിലെ വിരൽപ്പാടിടാൻ, അല്ലെങ്കിൽ ആ ചോരയിൽ, അല്ലെങ്കിൽ അവൻ്റെ പാർശ്വത്തിൽ വിരലിടുന്നതായിട്ടൊന്നും കാണുന്നില്ല. നീ എൻ്റെ മുന്നിൽ വന്നല്ലോ എന്നുള്ള സന്തോഷമാണ്. തോമസ് ലീഹ ക്രൈസ്തവരായ നമ്മെ ഓരോരുത്തരെയും, ഏറെ പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയോട് പറയുന്ന ഒരു വാചകം ഇത് തന്നെയാണ്. ഈശോയുടെ ജീവിതത്തിലെ ഈശോയെ തിരിച്ചറിയണമെങ്കിൽ സഹനങ്ങളുടെ, മുറിപ്പാടുകളുടെ വഴികൾ അറിയണം. നമ്മുടെ മാതാപിതാക്കൾ മക്കളെ വളർത്തുമ്പോൾ വേദനകൾ അറിയാതെ, സഹനങ്ങൾ അറിയാതെ വളർത്തുകയാണെങ്കിൽ നമ്മുടെ ജീവിതം പരാജയമാകുമെന്ന് തോമസ് ലീഹ നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്ന വചനമാണിത്. സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം മാതാപിതാക്കൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ തിരിച്ചറിയാനായിട്ട് ഈ മക്കൾക്ക് സാധിക്കുകയുള്ളൂ. നമ്മളിന്നും പൊന്നുപോലെ സൂക്ഷിക്കുമ്പോൾ അവർ വിഷമിക്കും, അല്ലെങ്കിൽ അവർ സങ്കടപ്പെടും, അവരിതൊന്നും അറിയണ്ട, ക്ലേശങ്ങൾ അറിയണ്ട എന്ന് ചിന്തിക്കുന്നതിന് പകരമായിട്ട് ഈ മുറിപ്പാടുകൾ കാണണം. പാർശ്വത്തിലെ ആ വേദനകൾ അറിയാനായിട്ട് നമ്മുടെ മാതാപിതാക്കൾ മക്കൾക്ക് വഴിയൊരുക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മുടെ കുടുംബത്തിൽ ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ബുദ്ധിമുട്ടുകളുടെയും ക്ലേശങ്ങളുടെയും ഒക്കെ യഥാർത്ഥ അനുഭവങ്ങൾ ഉണ്ടാവുക സാധിക്കുകയുള്ളൂ. ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് വിശുദ്ധ തോമാസ് ലീഹായുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് വിശുദ്ധ തോമാസ് ലീഹായുടെ ചൈതന്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒന്നാമതായിട്ട് വിശുദ്ധ തോമസിനെ പോലെ ധീരതയോടെ വിശ്വാസം പ്രഖ്യാപിക്കുവാനുള്ള ആത്മസമർപ്പണത്തോടു കൂടി അവൻ്റെ പിന്നാലെ പോകുവാനായിട്ട്, ജീവിക്കാനല്ല മരിക്കാനുള്ള ധൈര്യം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. രണ്ടാമതായിട്ട് അവൻ്റെ മുൻപിലായിരിക്കുമ്പോൾ നിഷ്കളങ്കതയോട് സംസാരിക്കുവാനായിട്ട്, അവൻ്റെ മുന്നിൽ സ്പോണ്ടേനിറ്റിയോടുകൂടി സംസാരിക്കാനായിട്ടുള്ള ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്ക മനോഭാവം ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കാം. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞില്ലേ, നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ശിശുക്കളെ പോലെ ആയിത്തീരണമെന്ന്.
ശിശു സഹജമായ ആ ഒരു മനോഭാവം ഞങ്ങളിലേക്ക് വളർത്തണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മൂന്നാമതായിട്ട് ഏറ്റവും മനോഹരമായ വ്യക്തിപരമായ ആഗ്രഹമുണ്ടെങ്കിൽ, അവനെ കാണണമെന്ന അചഞ്ചലമായ ആഗ്രഹമുണ്ടെങ്കിൽ, തീവ്രമായ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്കത് നേടിയെടുക്കുവാൻ സാധിക്കും. വിശുദ്ധ തോമസ് അപ്പോസ്തലൻ ഭാരതത്തിൻ്റെയും കേരളത്തിൻ്റെയും പ്രേക്ഷിത പ്രവർത്തകരുടെയൊക്കെ മധ്യസ്ഥനാണ്. നമുക്കും ഈ വിശുദ്ധൻ്റെ തോളിൽ മുന്നോട്ട് നീങ്ങാം. ആരെയും ഭയപ്പെടാതെ നാം ചെയ്യുന്ന കാര്യങ്ങൾ അത് വളരെ മനോഹരമായിട്ട് ചെയ്യുവാനായിട്ട്, പ്രത്യേകിച്ച് ഇന്നത്തെ ഈ തിരുനാളിൽ ഭാരതത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിലെ എല്ലാ മക്കൾക്കും സമാധാനത്തിനും സൗഹാർദ്ദത്തിനും വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലായിടത്തും ക്രൈസ്തവ ചൈതന്യം നിറഞ്ഞ് ഒരു വിശുദ്ധമായ കാലഘട്ടം ഉണ്ടാകണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഈ വിശുദ്ധൻ്റെ തിരുനാൾ ഏറ്റവും മനോഹരമായിട്ട് ആഘോഷിക്കാം. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.